Hi everyone, welcome to Shaan Edutalks. നമ്മുടെ ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ ഓരോ ടോപ്പിക്സും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഇതേപടി പഠിക്കുകയല്ല വേണ്ടത്. ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ അതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും, അത് പ്രത്യേകിച്ച് ഷോർട്ട് ആൻസർ ഭാഗത്താണ് നമുക്ക് ഇതിൽ നിന്ന് കൂടുതലും ഗ്രാമർ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ പാരഗ്രാഫിലും നമുക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുണ്ട്. അതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പഠിക്കുക നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ സെൻറ്റൻസ് ക്ലാസിഫിക്കേഷൻ്റെ ഫങ്ഷൻസിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസിൻ്റെ ക്ലോസ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അതായത് നേരത്തെ നമ്മൾ ഫങ്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ മീനിങ്ങിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് കണ്ടത്. ഇനി സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇത് ക്ലോസ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ എന്താണ് ക്ലോസ് എന്ന് നമ്മൾ പഠിക്കണം. എന്താണ് ക്ലോസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻട്രോഡക്ടറി വീഡിയോ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ക്ലോസ്, ഫ്രേസ്, സെൻറ്റൻസ് ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. എങ്കിൽ കൂടി ഞാനിവിടെ ഒരു വട്ടം കൂടി പറയുകയാണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. എ ക്ലോസ് കൺസിസ്റ്റ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഇൻക്ലൂഡ്സ് എ സബ്ജക്റ്റ് ആൻഡ് എ ഫൈനൈറ്റ് വേർബ്. അതായത് ഒരു ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തുണ്ടായിരിക്കും? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടാവും. അതായത് ഫ്രേസ് മുതൽ സെൻറ്റൻസ് വരെയുള്ള എല്ലാത്തിലും ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടായിരിക്കും. ഫ്രേസിലുണ്ടായിരിക്കും, ക്ലോസിലുണ്ടായിരിക്കും, സെൻറ്റൻസിലുണ്ടാവും. ഫ്രേസ് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് കംപ്ലീറ്റ് ഒരു മീനിങ് കിട്ടാൻ അല്ലെങ്കിൽ തരാൻ സാധ്യമല്ല. ക്ലോസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, പക്ഷേ അത് ഒരു വലിയ സെൻറ്റൻസിൽ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കും. അതിനെന്തുണ്ടായിരിക്കും? ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് ഇൻക്ലൂഡ്സ് എ സബ്ജക്റ്റ് ആൻഡ് എ ഫൈനൈറ്റ് വേർബ്. അതിലൊരു സബ്ജക്റ്റും പിന്നെ അതിനൊരു വേർബും ഉണ്ടായിരിക്കും. ഇവിടെ ഫൈനൈറ്റ് വേർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസിൽ കാണുന്ന വേർബ് എന്ന് പറഞ്ഞാൽ V1, V2, V3 സിംഗുലർ ഫോം അഥവാ എസ് ഫോം അതിൽ കാണുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലേ, പ്ലേസ്, പ്ലേഡ്, പ്ലേഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇങ്ങനെ വരുന്ന വേർബുകളാണ് ഫൈനൈറ്റ് വേർബ്. ഇതുണ്ടായിരിക്കും ഒരു ക്ലോസിൽ. ദെൻ ആ ഒരു ക്ലോസിനകത്ത് ഒരൊറ്റ സബ്ജക്റ്റും അതേപോലെ തന്നെ ഒരു വേർബും ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മളൊരു സബ്ജക്റ്റ് ഒരു വേർബും മാത്രമുള്ള ഒരു സെൻറ്റൻസ് ആണെന്ത് ക്ലോസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നിഖിൽ ബോട്ട് എ കാർ. ഇതിന് നമുക്കൊരു ക്ലോസ് എന്നും പറയാം, ഒരു സെൻറ്റൻസ് എന്നും പറയാം. ഓക്കെ, കാരണം ഇതിനകത്ത് വേറെ ഇല്ല. എന്നാൽ അടുത്തതിൽ നോക്കൂ, നിഖിൽ ബോട്ട് എ കാർ ഹി ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ്. ഇവിടെ രണ്ട് സെൻറ്റൻസ് ഉണ്ട് അല്ലേ? രണ്ട് സെൻറ്റൻസുകളാണ്. ഇതിന് രണ്ടിനെയും കൂടി ഒന്നിച്ച് അല്ലെങ്കിൽ രണ്ട് ക്ലോസുകളാണ്. ഇതിന് രണ്ടും കൂടി ഒന്നിച്ച് ഒരു സെൻറ്റൻസ് ആക്കി മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ നമുക്ക് ഇവിടെ ഒരു മീനിങ് ഉള്ള ഭാഗം കിട്ടി, നിഖിൽ ബോട്ട് എ കാർ. അപ്പോൾ ഇവിടെ ഒരു സബ്ജക്റ്റും വേർബും ഉണ്ട്. ഹി ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ്, ഇവിടെ ഒരു സബ്ജക്റ്റും വേർബും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര ക്ലോസ് ഉണ്ട്? രണ്ട് ക്ലോസ് ഉണ്ട്. അതേപോലെ തൊട്ട് താഴെ ഉള്ളതിനകത്ത് ഇതിൻ്റെ വേറൊരു രൂപമാണ്. ഇതിനകത്ത് എന്തുകൂടി ആഡ് ചെയ്തു? ദേ ഗ്രീറ്റഡ് ഹിം എന്നുകൂടി ആഡ് ചെയ്തു. അതായത് സ്വീറ്റ്സ് കഴിഞ്ഞിട്ട് ടു ഹിസ് നെയ്ബേഴ്സ് ആൻഡ് ദേ ഗ്രീറ്റഡ് ഹിം. അപ്പോൾ ഇവിടെ നിഖിൽ ബോട്ട് എന്നുള്ള ഒരു ക്ലോസ്, ഹി ഗെയ്വ് സ്വീറ്റ്സ് എന്നുള്ള രണ്ടാമത്തെ ക്ലോസ്, ദെൻ ദേ ഗ്രീറ്റഡ് ഹിം എന്നുള്ളത് മൂന്നാമത്തെ ക്ലോസ്. അപ്പോൾ 3 ക്ലോസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സെൻറ്റൻസിൻ്റെ ഭാഗമായി നിൽക്കുന്നതും അതിൽ ഒരു സബ്ജക്റ്റ് ഒരു വേർബും ഉണ്ടെങ്കിൽ അതൊരു ക്ലോസ് ആയി. വേറെ ഒരു സബ്ജക്റ്റും വേർബും ഉണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ക്ലോസ് ആയി. അങ്ങനെയാണ് ക്ലോസുകൾ ഉണ്ടാവുന്നത്. പിന്നെ ചില സമയത്ത് സബ്ജക്റ്റ് കോമൺ ആയിരിക്കും. ഓക്കെ, അതായത് നിഖിൽ ടുക്ക് ഹിസ് കാർ ആൻഡ് ഡ്രോവ് ടു ദ മാർക്കറ്റ്. അപ്പോൾ നിഖിൽ ടുക്ക് ഹിസ് കാർ എന്നുള്ളത് ഒരു സബ്ജക്റ്റ്, ദെൻ നിഖിൽ ഡ്രോവ് ടു ദി മാർക്കറ്റ് എന്നുള്ളത് അടുത്ത ഒരു സെൻറ്റൻസ്. ഓക്കെ, ദെൻ ക്ലോസുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒരു സെൻറ്റൻസിൽ വരുന്ന ക്ലോസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നമ്മൾ ഈ ഭാഗത്ത് തന്നെ അത് കാണിക്കുകയാണ്. പ്രിൻസിപ്പൽ ഓർ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ക്ലോസ് ആണ്. മെയിൻ ക്ലോസ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയും. മെയിൻ ക്ലോസ് ഒരു സെൻറ്റൻസിനകത്ത് ഒന്നിലധികം ക്ലോസ് ഉണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ ആകെ ഒരു ക്ലോസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഒരു എന്ത് ക്ലോസ് ആണ് നമ്മൾ പറയേണ്ടത്? കാരണം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിൻസിപ്പളാണ്. ദെൻ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ക്ലോസ് ഉണ്ട്. വെൻ നിഖിൽ ബോട്ട് എ കാർ ഹി ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ്. ഇതിൽ വെൻ നിഖിൽ ബോട്ട് എ കാർ എന്ന് പറയുന്നത് അത്രമാത്രം നമ്മൾ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്താൽ എന്താ സംഭവിക്കുക? വെൻ നിഖിൽ ബോട്ട് എ കാർ, നിഖിൽ ഒരു കാറ് വാങ്ങിച്ചപ്പോൾ. അവിടെ വെൻ എന്നുള്ളതിൻ്റെ മീനിങ് കൂടി അതിൽ ആഡ് ചെയ്യപ്പെടുമ്പോൾ നെക്സ്റ്റ് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കേൾക്കുന്നവർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്നു ഹി ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ്.
ഇതിൽ ഈ ഹി ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് മാത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് വളരെ കംപ്ലീറ്റ് ആണ് അല്ലേ. ഈ ഹി എന്നുള്ളതിന് പകരം നമ്മൾ നിഖിൽ ഉപയോഗിച്ചാൽ നിഖിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ്, നിഖിൽ എന്ത് ചെയ്തു, സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ ഭാഗത്തിനെ നമുക്ക് ഒറ്റയ്ക്ക് പറയാം, ഈ ഭാഗത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും അല്ലേ. ഈ ഭാഗം ഇല്ലെങ്കിലും ഇത് മാത്രമായിട്ട് പറയാൻ പറ്റും. ഇതാണ് പ്രിൻസിപ്പൽ ക്ലോസ്, അഥവാ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇൻഡിപെൻഡൻറ്റ്, ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്ന ക്ലോസ്. ഇനി ഈ ഭാഗം നമ്മൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ഇതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അവിടെ ഉണ്ടാവണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലോസിന് നമ്മൾ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ഓർ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഏത് ഇവിടെ നമ്മൾ പറഞ്ഞ ഈ വെൻ നിഖിൽ ബോട്ട് എ കാർ എന്നുള്ളത് എന്താ, ഒരു സബോർഡിനേറ്റ് ഓർ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. അതായത് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത എന്നാൽ പ്രിൻസിപ്പൽ ക്ലോസിൻ്റെ കീഴിൽ മാത്രം, സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കീഴിൽ വരുന്ന ആൾ, കീഴിൽ വരുന്ന ആളായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ കീഴിൽ വരുന്നതാണ് ഇത് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ. ഈ സബോർഡിനേറ്റ് ക്ലോസിൻ്റെ മുന്നിലായിട്ട് വരുന്ന ഈ വേർഡുകളുണ്ടല്ലോ, ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ്. ഈ വേർഡിനെ നമ്മൾ പറയുന്ന പേരാണ് സബോർഡിനേറ്റേഴ്സ്. സബോർഡിനേറ്റേഴ്സ് ഈ വേർഡുകൾ വരുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത്. കാരണം ഈ വേർഡുകളുടെ മീനിങ് കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്തേ പറയാൻ പറ്റുള്ളൂ. അതായത് വെൻ നിഖിൽ ബോട്ട് എ കാർ എന്നുള്ളത് നിഖിൽ കാർ വാങ്ങിച്ചു അപ്പോൾ, അല്ലെങ്കിൽ പോൾ എന്നല്ല നമ്മൾ പറയുന്നത്, നിഖിൽ കാർ വാങ്ങിച്ചപ്പോൾ. ഓക്കെ, നിഖിൽ കാർ വാങ്ങിച്ചപ്പോൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കുക, സാം വോൺസ് ടു ബൈ എ ഫോൺ ബട്ട് ഹി ഡസൻറ്റ് ഹാവ് ഇനഫ് മണി. ഈ സെൻറ്റൻസിൽ നോക്കൂ, ഇവിടെ നമുക്ക് രണ്ട് ക്ലോസുകളുണ്ട്. ഒന്ന് സാം വോൺസ് ടു ബൈ എ ഫോൺ, അതായത് സാമിന് എന്ത് വേണം, അതായത് ഒരു ഫോൺ വാങ്ങിക്കണം അല്ലേ. ബട്ട് ഹി ഡസൻറ്റ് ഹാവ് ഇനഫ് മണി, പക്ഷേ അവൻ്റെ കയ്യിൽ പണമില്ല. സാം സബ്ജക്റ്റ്, വോൺസ് വേർബ്, ഒരു സബ്ജക്റ്റും വേർബ് ഉണ്ടെങ്കിൽ ഇതൊരു ക്ലോസ് ആണ്. ഹി ഡസൻറ്റ് ഹാവ് ഇനഫ് മണി, ഹി ഡസൻറ്റ് ഹാവ്, ഇതിൽ ഹി സബ്ജക്റ്റ്, ഡസൻറ്റ് ഹാവ് എന്ന് പറയുന്നത് വേർബ്. ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, അപ്പോൾ രണ്ട് ക്ലോസ് ഉണ്ട്. ഇതിൻ്റെ മീനിങ് നമ്മൾ പറയുമ്പോൾ നോക്കൂ, സാമിനൊരു ഫോൺ വാങ്ങിക്കണം, പക്ഷേ അവൻ്റെ കയ്യിൽ വേണ്ടത്ര പണം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഈ പക്ഷേ എന്നുള്ള മീനിങ് ഇവിടെയും ചേരുന്നില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതും ഇൻഡിപെൻഡൻ്റ് ആണ്, ഇതും ഇൻഡിപെൻഡൻ്റ് ആണ്. അതേസമയം ഇവിടേക്ക് ഒന്നുകൂടെ തിരിച്ചു വരൂ. വെൻ നിഖിൽ ബോട്ട് എ കാർ, നിഖിൽ കാർ വാങ്ങിച്ചപ്പോൾ ഹി ഗേവ് സ്വീറ്റ്സ് ടു ഹിസ് നെയ്ബേഴ്സ്, അവൻ അയൽക്കാർക്ക് സ്വീറ്റ്സ് കൊടുത്തു, നൽകി. ഇവിടെ ഈ വെൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർന്ന് വരിക അല്ലേ, ഇത് സെപ്പറേറ്റ് നിൽക്കുന്നു. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻറ്റും ഇത് ഡിപ്പെൻഡൻറ്റും ആണ്. ഇനി ഇവിടെ വരുമ്പോൾ സാം വോൺസ് ടു ബൈ എ ഫോൺ, സാം ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവനൊരു ഫോൺ വാങ്ങിക്കണം, പക്ഷേ ഇത് സെപ്പറേറ്റ് ആണല്ലേ, വാങ്ങിക്കണം, ഇതിൻ്റെ കൂടെയും ചേരുന്നില്ല, ഇതിൻ്റെ കൂടെയും ചേരുന്നില്ല. ഹി ഡസൻറ്റ് ഹാവ് ഇനഫ് മണി, അവൻ്റെ കയ്യിൽ എന്തില്ല, ആവശ്യത്തിന് പണമില്ല. ഇനി അടുത്തത് നോക്കൂ, കിരൺ വെൻറ്റ് ടു ദുബായ് ആൻഡ് വിസിറ്റഡ് ബുർജ് ഖലീഫ. കിരൺ വെൻറ്റ് ടു ദുബായ്, കിരൺ ദുബായിലേക്ക് പോയി അല്ലേ. ഇനി കിരൺ തന്നെ ചെയ്ത വേറൊരു കാര്യം പറയുകയാണ്, കിരൺ വിസിറ്റഡ് ബുർജ് ഖലീഫ. അപ്പോൾ ഈ സബ്ജക്റ്റ് ഇവിടെ കോമൺ ആണ്. ഈ കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റ് രണ്ടിലും ബാധക. ഇവിടെ കിരൺ എന്നുള്ള സബ്ജക്റ്റ് രണ്ട് പ്രാവശ്യം അതിനെക്കുറിച്ച് പറയുന്നു, രണ്ട് പ്രാവശ്യം വരണം, ആൻഡ് കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് സെയിം ആളായതുകൊണ്ട് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. കിരൺ വെൻറ്റ് ടു ദുബായ്, കിരൺ സബ്ജക്റ്റ്, ദെൻ വെൻറ്റ് വേർബ്, ദെൻ വീണ്ടും കിരൺ വിസിറ്റഡ് ബുർജ് ഖലീഫ, കിരൺ സബ്ജക്റ്റ്, വിസിറ്റഡ് എന്നുള്ളത് വേർബ്. ഇത് കോമൺ സബ്ജക്റ്റ് ആണ്. ഇത് നമ്മൾ പറയുന്ന സമയത്ത് എങ്ങനെ ഇതിൻ്റെ മീനിങ് മലയാളത്തിൽ വരിക, കിരൺ വെൻറ്റ് ടു ദുബായ്, കിരൺ ദുബായിലേക്ക് പോയി ബുർജ് ഖലീഫ സന്ദർശിച്ചു. ഇവിടെ ഈ ആൻഡ് എന്ന് പറയുന്നതാണ് ഇതിനെ കണക്ട് ചെയ്തത്. ഈ ആൻഡിൻ്റെ മീനിങ് ഇതിൻ്റെ കൂടെയോ നമ്മൾ പറയുന്നില്ല അല്ലേ. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, എന്നുള്ളൊരു അർത്ഥമാണ് വരിക. കിരൺ ദുബായിൽ പോയി, ദെൻ ബുർജ് ഖലീഫ സന്ദർശിച്ചു, ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. ഇങ്ങനെ ഈ കണക്ട് ചെയ്യുന്ന വേർഡ് രണ്ടിൻ്റെ ഭാഗത്തും ചേരുന്നില്ലെങ്കിൽ അവിടെ രണ്ടും ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. കണക്ട് ചെയ്യുന്ന വേർഡ് ഒരെണ്ണത്തിൻ്റെ ഭാഗത്ത്, ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിൻ്റെ മീനിങ്ങിനോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇൻഡിപെൻഡൻറ്റും മറ്റേത് ഡിപ്പെൻഡൻറ്റുമാണ്. ക്ലിയർ? ഇവിടെ ഇത് ഡിപ്പെൻഡൻറ്റും ഇത് ഇൻഡിപെൻഡൻറ്റുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ സബോർഡിനേറ്റ് ക്ലോസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സബോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്ന വേർഡുകളാണ്. ഈ സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ താഴ്ന്നത് എന്നാണ്. അപ്പോൾ അതായത്
താഴ്ന്നവർ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, താഴ്ന്നു നിൽക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്നവരാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവരുടെ നിന്ന് ചില സഹായങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ ഇംഗ്ലീഷിൽ ഇവർ കുറച്ച് താഴ്ന്നവരാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒറ്റയ്ക്ക് ആണ് നിൽക്കാനുള്ള ഒരു ശേഷിയില്ല. അതുകൊണ്ട് എപ്പോഴും അവരുടെ കൂടെയുള്ളവരെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഡിപ്പെൻഡൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അതിനകത്ത് എന്ത് ചെയ്യും, കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിട്ട്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ കൂടെ വരുന്ന കണക്റ്റിംഗ് വേർഡ് സബോർഡിനേറ്റ് ആണ്. ഓക്കെ, എന്നാൽ ഇൻഡിപെൻഡൻറ്റിൻ്റെ കൂടെ വരുന്നത് കോർഡിനേറ്റർ ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കീഴിൽ നിൽക്കാൻ പറ്റുന്ന ആൾ. കോർഡിനേറ്റർ, ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നമ്മൾ കോർഡിനേറ്റർ ആണെങ്കിൽ, ഒരു കോർഡിനേറ്റർ എന്താ ചെയ്യുക, അവിടെ 2 ടീമുകളാണ്, ആ ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരം നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം. കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ 2 ടീമിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല. അതാണ് ഇവിടെ കോർഡിനേറ്ററാണ്. ആൻഡ് 2ൻ്റെയും കൂടെ നിൽക്കില്ല, ബട്ട് 2ൻ്റെയും കൂടെ നിൽക്കുന്നില്ല. പക്ഷെ വെന്ന് സബോർഡിനേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ കൂടെ നിന്നേ പറ്റൂ. അതാണ് വെന്നിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു നേതാവിൻ്റെ കീഴിലുള്ള ആളുകൾ ആ നേതാവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും, അല്ലേ? അതാണല്ലോ നമ്മൾ കാണുക. അപ്പോൾ അതുപോലെയാണ് ഇവിടെ കാര്യങ്ങൾ. നെക്സ്റ്റ് നോക്കൂ, ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. അതൊന്ന് ആഡ്ജക്റ്റീവ് ക്ലോസ്, രണ്ടാമത്തെ ആഡ്വേർബ് ക്ലോസ്, 3 നൗൺ ക്ലോസ്. ഇതിൽ ആഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ആഡ്ജക്റ്റീവ് ക്ലോസ്. ദെൻ അഡ്വേർബിൻ്റെ ഫംഗ്ഷനാണ് ചെയ്യുന്നതെങ്കിൽ അത് അഡ്വേർബ് ക്ലോസ്. നൗണിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ നൗൺ ക്ലോസ്. പെട്ടെന്ന് യാതൊന്ന് പറയാം, ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്നത് ഒരു നൗണിൻ്റെ തൊട്ടടുത്തായിരിക്കും. ദെൻ നൗൺ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ എൻഡിലോ ഒക്കെ ആയിട്ട് വരുന്നതാണ് നൗൺ ക്ലോസ്. ഓക്കെ, ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ എൻഡിലോ ആയിട്ട് വരുന്നത് നൗൺ ക്ലോസ്. ദെൻ ഒരു വേർബിനെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ വരുന്നതാണ് ആഡ്വേർബിയൽ ക്ലോസ്. അപ്പോൾ അഡ്ജക്റ്റീവ് ക്ലോസിന് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് റിലേറ്റീവ് പ്രോനൗണുകളായതുകൊണ്ട് അതിനെ നമ്മൾ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയും. അപ്പോൾ ഏതൊക്കെയാണ് ഈ റിലേറ്റീവ് പ്രോനൗണ്? നമ്മളത് പെട്ടെന്ന് ഓർക്കുക. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡുകളാണ് റിലേറ്റീവ് പ്രോനൗണ്. അത് കൂടാണ്ട് ദാറ്റും ഒരു റിലേറ്റീവ് പ്രോനൗണാണ്, ദാറ്റ്. പിന്നെ ഹൂ എവർ, വാട്ട് എവർ, വിച്ച് എവർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ക്വസ്റ്റ്യൻ വേർഡിൻ്റെ കൂടെ എവർ ചേർത്തിട്ടുള്ളത്. പക്ഷെ ഹൗ എവർ അതിൽ പെടില്ല കേട്ടോ, അത് നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കരുത്. ഇതാണ് നമ്മുടെ റിലേറ്റീവ് പ്രോനൗൺസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക, നമ്മുടെ അഡ്ജക്റ്റീവിലുണ്ടാവുക, അല്ലേ? അഡ്ജക്റ്റീവിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ നൗണിനെ പറ്റി പറയലാണ്. അപ്പോൾ ഇവരുടെ റിലേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇവർ. നൗണിനെ വേറെ ഒന്നിനോട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ദെൻ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സാമ്പിൾ, ദിസ് ഈസ് എ റിസോർട്ട്. കണ്ടോ, ഇവിടെ റിസോർട്ട് എന്ന് പറയുന്നത് ഒരു നെയിമാണ്, അല്ലേ? റിസോർട്ട് ഒരു പ്രത്യേക സ്ഥലത്തെയാണ് നമ്മൾ റിസോർട്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഇതൊരു നൗണാണ്. ആ നൗണിൻ്റെ തൊട്ടടുത്താണ് എപ്പോഴും എന്ത് വരുന്നത്, ആഡ്ജക്റ്റീവ് ക്ലോസ് വരുന്നത്. അപ്പോൾ ഈ നൗണിനെയാണ് വി സോ ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ മാൻ, കണ്ടോ, മാന് ഒരു നൗണാണ്. ആ നൗണിൻ്റെ തൊട്ടടുത്ത് ഹൂ വാസ് അവർ ടൂർ ഗൈഡ് ഈസ് ആൻ അമേരിക്കൻ. അപ്പോൾ ഈ മാനെ ഒന്നുകൂടി വിശേഷിപ്പിക്കുകയാണ്, അവർ ടൂർ ഗൈഡ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ മാൻ ആരാ, ഈസ് ആൻ അമേരിക്കൻ എന്ന് ലാസ്റ്റ് പറയുന്നു. ഇതിൻ്റെ ഇടയിൽ അഡ്വേർബ് ക്ലോസ് വരുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ നൗൺ ക്ലോസ് എന്താണെന്ന് തീർച്ചയായിട്ടും പഠിക്കണം. നൗൺ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നൊക്കെ നമുക്കറിയാം, അതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണെന്നൊക്കെ നമുക്കറിയാം. ഇനി നൗൺ ക്ലോസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നൗൺ ക്ലോസ് എപ്പോഴും വരുന്നത് സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ കോംപ്ലിമെൻറ്റ്. സെയിം വേർഡുകൾ തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കൂടാണ്ട് ഒരു വെതർ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, വെതർ. ഓക്കെ, ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻ വേർഡും, അതായത് വെറും ക്വസ്റ്റ്യൻ വേർഡ്സും ദാറ്റും ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെതർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ കൂടെ എവർ വരുന്നത്, ഹൗ എവർ ഒഴിച്ച് ഹൂ എവർ, വാട്ട് എവർ, വിച്ച് എവർ, വെൻ എവർ, ഇങ്ങനെയുള്ള വേർഡുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വാട്ട് വി സോ അറ്റ് തിരുവനന്തപുരം സൂ വാസ് അമേസിങ്. ഇവിടെ വാട്ട് വി സോ അറ്റ് തിരുവനന്തപുരം സൂ, ഇവിടെ ഈ തിരുവനന്തപുരം സൂവിൽ നമ്മൾ കണ്ടത് എന്തോ ഒരു കാര്യം കണ്ടു, അതൊരു കാര്യമാണ്, അതിനൊരു പേരുണ്ട്. അപ്പോൾ അതിനെയാണ് ഇവിടെ നമ്മൾ വാട്ട് വി സോ അറ്റ് ദ തിരുവനന്തപുരം സൂ എന്ന് പറഞ്ഞത്. ഇതൊരു ക്ലോസ് ആണ്. അത് വാസ് അമേസിങ്. ഐ നോ ദാറ്റ് ദ സ്റ്റോറി ഈസ് ട്രൂ. ഇവിടെ ഐ നോ ദാറ്റ് ദ സ്റ്റോറി ഈസ് ട്രൂ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ, ഐ നോ, എനിക്കറിയാം, ദാറ്റ്, അത്, ഏത്, ദ സ്റ്റോറി ഈസ് ട്രൂ. അപ്പോൾ നമ്മളിതിനെ
ഈ സ്റ്റോറി ഈസ് ട്രൂ എന്നുള്ളത് എനിക്കറിയാം. ഇത് ഈ കാര്യം ഇതൊരു പേരാണ്, ഇതിനെനിക്ക് അറിയാം എന്നാണ് പറയുന്നത്. ഹൂവർ ഹാസ് ഡൺ ഇറ്റ് ഷുഡ് ഗെറ്റ് ദ പണിഷ്മെൻറ്റ്. ഇത് ചെയ്തത് ആരാണേലും അയാൾക്ക് തീർച്ചയായിട്ടും ഒരു പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ ആരോ ഒരാളാണ് അയാളെ പേര് പറയുന്നതിന് പകരം ആ ഒരു പേരിനെ ഒരു ക്ലോസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് നൗൺ ക്ലോസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരെ ഇപ്പുറത്ത് തന്നെ വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആഡ്വേർബ് ക്ലോസും കൂടി പഠിക്കണം. ആഡ്വേർബ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വേർബിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കുന്നതാണ് ആഡ്വേർബ്. ഈ ആഡ്വേർബിയൽ ക്ലോസുകൾ തുടങ്ങുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാൻ, അതായത് ഇപ്പോൾ ഒരു വേർബിനെ പറ്റിയ ആ വേർബ് അങ്ങനെ വരാനുള്ള കാരണം, അപ്പോൾ ബിക്കോസ് വരും. ദെൻ ഓൾദോ എന്ന് പറഞ്ഞാൽ എന്നിട്ടും അല്ലെങ്കിൽ എന്നിരുന്നിട്ടും. വെൻ, അതേപോലെ തന്നെ വെന്ന്, ഇത് ക്വസ്റ്റ്യൻ വേർഡ് അല്ല, വെൻ അപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ആ ഒരു രീതിയിൽ നമ്മൾ വെന്ന് യൂസ് ചെയ്യും. ദെൻ ഈഫ്, അൻറ്റിൽ, ആസിഫ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വേർഡുകളൊക്കെ ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ഗൈ സ്പെൻഡ് ദ നൈറ്റ് ഓൺ ദ റോഡ്. ഓക്കെ, അതായത് ഈ ഒരു വ്യക്തി എന്ത് ചെയ്തു, അയാൾ രാത്രി മുഴുവൻ റോഡിലാണ് സ്പെൻഡ് ചെയ്തത്. ഈ സ്പെൻഡ് ചെയ്തതിൻ്റെ കാരണമാണ് പറയുന്നത് ബിക്കോസ് ഹി വാസ് ഹോംലെസ്. അപ്പോൾ സ്പെൻഡ് ചെയ്യാനുള്ള കാരണം കണ്ടോ, ഈ വേർബിനെ വിശേഷിപ്പിക്കുകയാണ്. ഹോംലെസ് ആയതുകൊണ്ടാണ് അദ്ദേഹം സ്പെൻഡ് ചെയ്തത്. വി സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ആസ് ഇഫ് വി വെയർ റിച്ച്. വി സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി, ഇവിടെ വീണ്ടും സ്പെൻഡ് തന്നെയാണ്. ഒരുപാട് പണം ഞങ്ങൾ ചിലവഴിച്ചു. ഏതുപോലെ, വി വെയർ റിച്ച്, ഞങ്ങൾ റിച്ച് ആണെന്ന രീതിയിൽ, റിച്ച് ആണെന്ന പോലെ. ഇപ്പോൾ ഇവിടെ ഈ ചിലവഴിച്ച് റിച്ച് ആണെന്ന പോലെ എന്ന് പറയുകയാണ്, ചിലവഴിക്കാനുള്ള കാരണം. ക്ലോസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇനി ഇത് വരുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.